അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത പാദവാർഷിക പരീക്ഷ അവസാനിച്ചു. ഇനി നമുക്ക് അർദ്ധവാർഷിക പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്താം. 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 9ാമത്തെ പാഠം, അതിലെ തദ്രീബാത്തും ആയത്ത്, ഹദീസ് എന്നിവയുടെ അർത്ഥങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമുക്കൊരു ആയത്ത്, ഹദീസും അതിൻ്റെ അർത്ഥം നോക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാൽ ലഹു അൽളുഹ ഫൈദാ കാന യൗമുൽ ഖിയാമത്തി നാദാ മുനാദിൻ ഐനല്ലദീ കാനൂ യുദീമൂന അലാ സലാത്തിൽ ളുഹ ഹാദാ ബാബുക്കും ഫദ്ഖുലൂഹു ബിറഹ്മത്തില്ലാഹ്. തീർച്ചയായും സ്വർഗത്തിൽ ളുഹ എന്ന പേര് പറയപ്പെടുന്ന ഒരു കവാടമുണ്ട്. ഖിയാമത്ത് നാളായാൽ വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും, ളുഹാ നിസ്കാരം പതിവാക്കിയ ആളുകൾ എവിടെയാണ്? ഇത് നിങ്ങളുടെ കവാടമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ അതിലൂടെ പ്രവേശിക്കുക. രണ്ടാമത്തെ ഹദീസ് നോക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുനാഫിഖു ലാ യുസല്ലി ളുഹ വലാ യക്റഹു ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. മുനാഫിഖ് ളുഹ നിസ്കരിക്കുകയോ സൂറത്തുൽ കാഫിറൂൻ ഓതുകയോ ചെയ്യുകയില്ല. ഇനി തദ്രീബാത്ത്. ഒന്ന്, ഉത്തരം പറയാം. ളുഹ നിസ്കാരത്തിൻ്റെ സമയം ഏത്? സൂര്യൻ ഉദിച്ചു ഉയർന്നത് മുതൽ ഉച്ചവരെ. 2, നിസ്കാരത്തിൻ്റെ കൂടിയ റക്അത്തുകൾ എത്ര? ളുഹാ നിസ്കാരത്തിൻ്റെ കൂടിയ റക്അത്തുകൾ എത്ര? 8. ളുഹാ നിസ്കാരത്തിൽ സുന്നത്താണ് എന്ത്? എല്ലാ ഈ 2 റക്അത്തുകളിലും സലാം വീട്ടലും വശംസി വല്ലുഹ എന്നീ സൂറത്തുകൾ ഓതലും സുന്നത്താണ്. 4, ളുഹാ നിസ്കാരം അടയാളമാണ്. ആരുടെ? ളുഹാ നിസ്കാരം ശരിയായ മുഅ്മിന്റെ അടയാളമാണ്. 5, മുനാഫിക്ക് ഓതാത്ത സൂറത്ത് ഏത്? സൂറത്തുൽ കാഫിറൂൻ. 2, വ്യക്തമാക്കുക. തൊബ്രാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നത്, സ്വർഗത്തിൽ ളുഹ എന്നു പേരുള്ള ഒരു വാതിലുണ്ട്. ഖിയാമത്ത് നാളിൽ ഒരാൾ വിളിച്ചു പറയും, ളുഹാ നിസ്കാരം പതിവാക്കിയവരെ, ഇത് നിങ്ങളുടെ കവാടമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഇതിലൂടെ പ്രവേശിക്കുക. 2, ദൈലമി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നത് എന്താണ്? മുനാഫിക്ക് ളുഹ നിസ്കരിക്കുകയോ സൂറത്തുൽ കാഫിറൂൻ ഓതുകയോ ചെയ്യുക ഇല്ല. 3, കണ്ടെത്താം. ളുഹ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നിയ്യത്ത് ഉസല്ലി സുന്നത്തുൽ ളുഹ റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. 4, മനപ്പാഠമാക്കാം. ളുഹാ നിസ്കാര ശേഷമുള്ള ദുആ. അത് കുട്ടികൾ കാണാതെ പഠിക്കണം, അതിൻ്റെ അർത്ഥം പഠിക്കണം എന്നില്ല. അല്ലാഹുമ്മ ഇന്നൽ ലഹാഹ ലഹാഉക വൽ ബഹാഹ ബഹാഉക വൽ ജമാല ജമാലുക വൽ ഖുവത ഖുവതുക വൽ ഖുദ്റത ഖുദ്റതുക വൽ ഇസ്മത ഇസ്മതുക. അല്ലാഹുമ്മ ഇൻ കാന റിസ്ഖി ഫിസ് സമായി ഫഅൻസിൽഹു വഇൻ കാന ഫിൽ അർളി ഫഖ്രിജ്ഹു വഇൻ കാന മുഅ്സിറൻ ഫയസ്സിർഹു വഇൻ കാന ഹറാമൻ ഫതഹിർഹു വഇൻ കാന ബഈദൻ ഫഖരിബ്ഹു ബിഹഖി ലഹായിക വബഹായിക വജമാലിക വഖുവതിക ആതിനി മാ അതൈത ഇബാദക സ്വാലിഹീൻ. ഇനി നമുക്ക് ഒരു ഹദീസ് പഠിക്കാം. ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാൽ ലഹു ളുഹ ഫൈദാ കാന യൗമുൽ ഖിയാമത്തി നാദാ മുനാദിൻ ഐനല്ലദീ കാനൂ യുദീമൂന അലാ സലാത്തിൽ ളുഹ ഹാദാ ബാബുക്കും ഫദ്ഖുലൂഹു ബിറഹ്മത്തില്ലാഹ്. അതിൻ്റെ അർത്ഥം നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. തീർച്ചയായും സ്വർഗത്തിൽ ളുഹ എന്ന് പറയപ്പെടുന്ന ഒരു കവാടമുണ്ട്. ഖിയാമത്ത് നാളായാൽ വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും,
ളുഹാ നിസ്കാരം പതിവാക്കിയ ആളുകൾ എവിടെയാണ്? ഇത് നിങ്ങളുടെ കവാടമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ അതിലൂടെ പ്രവേശിക്കുക. ഇതോടുകൂടി നമ്മുടെ ഈ പാഠം തദ്രീബാത്തും അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഹദീസുകൾ, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വാട്സപ്പിലൂടെയുള്ള ഓൺലൈൻ ക്ലാസ്സുകൾക്ക്, ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് നിങ്ങൾ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ, അതുപോലെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കോണ്ടാക്ട് ചെയ്യുക. അള്ളാഹു നമ്മുടെ കാര്യങ്ങളിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിയാക്കട്ടെ. ഇരുവീട്ടിലും അള്ളാഹു വിജയിപ്പിക്കട്ടെ. എല്ലാ പരീക്ഷയിലും നല്ല മാർക്കോട് കൂടിയുള്ള വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.